വെൽക്കം ടു സ്പീഡ് ട്രാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈബ്രിഡ് വെഹിക്കിളിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ഹൈബ്രിഡ് എന്നുള്ളത്. ആദ്യം തന്നെ എന്താണ് ഹൈബ്രിഡ് എന്നുള്ള കാര്യം പറയാം. അതായത് ഒന്നോ അതിലധികമോ പവർ സോഴ്സുകളുള്ള വാഹനങ്ങളെയാണ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ പെട്രോളും അതുപോലെ തന്നെ ഇലക്ട്രിക്കുമാണ്. മേ ബി ഡീസലും ഇലക്ട്രിക്കും ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് 2 പവർ സോഴ്സുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഹൈബ്രിഡ് വെഹിക്കിളിൻ്റെ ഒരു പ്രധാന പാർട്ട് എന്ന് പറയുന്നത്, അത് മറ്റുള്ള വെഹിക്കിളിൽ നിന്നും അതിൽ എക്സ്ട്രാ വരുന്ന ഒരു കാര്യമാണ്, ഒരു മോട്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നോ അതിലധികമോ മോട്ടറുകൾ ഉണ്ടായിരിക്കും. അത് വണ്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഹൈബ്രിഡ് വെഹിക്കിളിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക് വെഹിക്കിൾ എക്സ്ട്രീം പോപ്പുലർ ആവുന്നതിന് മുമ്പ്, അതായത് ആളുകൾ പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നിന്നും ഇലക്ട്രിക് വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഹൈബ്രിഡ് വെഹിക്കിളിന് ഏറ്റവും ബെസ്റ്റ് ടൈം. ഇന്ത്യയിൽ ഹൈബ്രിഡ് കുറച്ചും കൂടിയും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈ റൈഡർ, അതുപോലെ തന്നെ ഇറങ്ങാൻ പോകുന്ന മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര, ഇതൊക്കെ ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ്. സോ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് എന്താണ് മൈൽഡ് ഹൈബ്രിഡ്, അതുപോലെ തന്നെ എന്താണ് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന്. അതൊന്ന് നോക്കാം. ആദ്യം നമുക്ക് മൈൽഡ് ഹൈബ്രിഡ് എന്താണെന്ന് നോക്കാം. അതായത് ഹൈബ്രിഡ് സിസ്റ്റത്തിലെ ഒരു ലൈറ്റർ വേർഷനാണ് മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇതിൽ മോട്ടറും ബാറ്ററിയൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്കൊരു കംപ്ലീറ്റ് മോട്ടറും ബാറ്ററിയും വെച്ചിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിന് കംപ്ലീറ്റ് എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുക്കാനൊന്നും ഇതിന് കഴിയില്ല. ജസ്റ്റ് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത്, അതായത് ഫസ്റ്റിലിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു പുഷിങ് കൊടുക്കാൻ, ഒരു തള്ളൽ കൊടുക്കാനായിട്ട് ഈ ഒരു മോട്ടർ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതൊരു ലൈറ്റർ വേർഷനാണ്. സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒരു ഹയർ വേർഷനാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ മൈൽഡ് ഹൈബ്രിഡിൻ്റെ ഒരു ജസ്റ്റ് ഒരു പുഷ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക് മോട്ടറിൻ്റെ പവർ വെച്ചിട്ട് വേണമെങ്കിൽ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. ഇതിനൊരു EV മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ EV മോഡിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് പവറിൽ തന്നെ എന്ത് ചെയ്യും, വണ്ടി ഓടും. അത്രയും പവർഫുൾ ആയിരിക്കും. അതിനായിട്ട് ഇതിലൊരു 300 വോൾട്ട് ബാറ്ററിയോളാണ് വരിക. അത് വണ്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും. ചില വണ്ടിയിൽ ചിലപ്പോൾ അതിൽ കുറച്ച് വരാം, ചില വണ്ടിയിൽ കൂടുതലും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 300 വോൾട്ട് ബാറ്ററി വരെ ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ കൊടുക്കും. ഇത് കുറച്ചും കൂടി സ്ട്രോങ്ങറാണ്. ഹൈബ്രിഡ് വെഹിക്കിളിന് വേറൊരു ഡിഫറെൻറ്റ് കാറ്റഗറിയും കൂടിയുണ്ട്. അതായത് മെയിനായിട്ടും ഹൈബ്രിഡ് വെഹിക്കിളിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സാധാരണ ഹൈബ്രിഡ് വെഹിക്കിൾ എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അതല്ലാതെ PHV, അതായത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗം കൂടിയും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു വാഹനത്തിന്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈ റൈഡർ, അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാര, മാരുതിൻ്റെ ഗ്രാൻഡ് വിറ്റാര, ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കൊന്നും എന്ത് ചെയ്യണ്ട, നമ്മൾ പ്ലഗ് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് അമർത്തുമ്പോൾ, അതുപോലെ തന്നെ ആക്സിലറേറ്റർ പെഡൽ അമർത്താതിരിക്കുമ്പോഴൊക്കെ എന്താണ്, ഓട്ടോമാറ്റിക്കലായിട്ട് ചാർജ് ബാറ്ററിയിലേക്ക് കയറും. അതിനെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് പറയാറ്. ഓക്കെ, പക്ഷേ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വെഹിക്കിളിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടാവില്ല. നേരിട്ട് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ നമ്മൾ പ്ലഗ് കുത്തിയിട്ട് ചാർജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറിയും കൂടി ഹൈബ്രിഡ് വെഹിക്കിളിൽ വരുന്നുണ്ട്. ഹൈബ്രിഡ് വെഹിക്കിളിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഡീസൽ പെട്രോൾ വാഹനത്തെ അപേക്ഷിച്ച് ഹൈബ്രിഡ് വെഹിക്കിളിന് ഒന്നാമത്തെ കാര്യം എക്കോ ഫ്രണ്ട്ലി ആണ്, അതായത് പൊല്യൂഷൻ കുറവാണ്. രണ്ടാമത്തെ കാര്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്, അതായത് മൈലേജ് കൂടുതലാണ്. ഇപ്പോൾ പെട്രോൾ ഡീസൽ വാഹനങ്ങളൊക്കെ മാക്സിമം 19-18 മൈലേജ് തരുന്നിടത്ത് ഈ ഒരു ഹൈബ്രിഡ് വാഹനം, സ്ട്രോങ് ഹൈബ്രിഡാണ് പറഞ്ഞത്, ഹൈബ്രിഡ് വാഹനം 29-28 റേഞ്ചിലാണ് മൈലേജ് തരുന്നത്. ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്. മൂന്നാമത്തത് സ്മാൾ എൻജിനാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 പവർ സോഴ്സുകൾ കൂടിയിട്ട് ആണ് ഈ ഒരു വെഹിക്കിൾ വർക്ക് ചെയ്യുന്നത്. സോ എൻജിൻ എന്ത് മതി, സ്മാൾ എൻജിൻ മതി, വലിയ എൻജിൻ്റെ ആവശ്യമില്ല. എന്നാലും നമുക്ക് നല്ല രീതിയിലുള്ള പവർ ഔട്ട്പുട്ട് കിട്ടും. നമ്മളൊരു ഹൈബ്രിഡ് വാഹനം എടുക്കാൻ നമ്മൾ കരുതുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ സ്ട്രോങ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എടുക്കാൻ നോക്കണം. മൈൽഡ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് വാഹനം എടുക്കുന്നത്? മൈലേജ് കൂടുതലാണ് അല്ലേ?
ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് പെട്രോൾ ഡീസൽ സംബന്ധിച്ച് അതിന് ഏകദേശം 16-17 മൈലേജ് തരുന്നിടത്ത് ഇവിടെ 28-29 കിലോമീറ്റർ നമുക്ക് മൈലേജ് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ വേറെ കാര്യം കൂടി ഉണ്ട്, ഈ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. എയർ പൊല്യൂഷൻ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് കുറവാണ്. പക്ഷേ എയർ പൊല്യൂഷനൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല, നമുക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൈലേജിമ്മക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വാഹനം എടുക്കുകയാണ്, ഹൈബ്രിഡ് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കണം. മറ്റേതിന് നമ്മൾ ഏകദേശം സാധാരണ പെട്രോൾ വണ്ടിയാണെങ്കിൽ പെട്രോൾ ഓടുന്ന മൈലേജേ കിട്ടുള്ളൂ. കൂടുതൽ മൈലേജ് കിട്ടും ഇത് ഹൈബ്രിഡ് ആണെന്ന് കരുതിയിട്ട് അത് എടുക്കാൻ പോകരുത്. വീഡിയോ വൈൻഡപ്പ് ആക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു അൺബോക്സിങ് കൂടി ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ചാനലിന് വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് ഗിഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു ടീഷർട്ട് എന്തോ ആണെന്നുള്ളതാണ്. ഇത് അഡ്രസ്സ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു സംഭവം അയച്ചിട്ടുള്ളത്, നിയാസ് എന്നാണ് പേര്. ഓക്കെ നിയാസെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സിംഗ് ഒന്നും പരിചയമില്ലാത്തതാണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ആണ്, എന്തായാലും നോക്കാം. എക്സ്ട്രാ കവറുണ്ട്. ഓക്കെ താങ്ക് യു സോ മച്ച്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.